ഈ പേപ്പർ ഇങ്ങനെ മടക്കി കൂട്ടിയിട്ട് എന്താ ഉണ്ടാക്കണേന്നാണോ നിങ്ങൾ വിചാരിച്ചേ? എന്നാലേ ഈ പേപ്പർ കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. പക്ഷേ ഈ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കണ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. ഇതേപോലെയൊക്കെ ഒന്ന് മടക്കി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അതിനായിട്ട് പോപ്സിക്കിൾ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഹെക്സഗൺ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പോപ്സിക്കിൾ സ്റ്റിക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ 3 ഉണ്ടാക്കിയിട്ട് അത് തമ്മിലും ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു സെറ്റും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് തമ്മിൽ ഇടയിൽ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് വീതിയുള്ള പോപ്സിക്കിൾ സ്റ്റിക്കാണ് എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ട് 2 ഈക്വൽ പീസായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം പീസ് എടുത്തിട്ടാണ് നമ്മൾ മുന്നേ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ 2 പാർട്സിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വോൾ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സൈഡിലുള്ള ഈ ഗ്യാപ്പിലും കൂടി നമ്മൾ ഈ പോപ്സിക്കിൾ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചുമരിലാണെങ്കിലെങ്ങാനും തൂക്കി വെക്കാവുന്നതാണ്. ഞാനിതുപോലെ ഒരു കുളത്തുണ്ടായിരുന്നതുകൊണ്ട് അതിൽ കുളത്തി വെച്ചു. വെയിറ്റ് ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളോ എന്ത് വേണമെങ്കിലും വെക്കാം. അത് നമ്മുടെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.